അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ഡിവൈഎഫ്ഐ കൊണ്ടാഴി നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ജനകീയമായി. സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത്. ഡിവൈഎഫ്ഐ കൊണ്ടാഴി നോർത്ത് മേഖലാ കമ്മിറ്റിയും മലപ്പുറം ITS കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മായന്നൂർ KSRMS ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PK കൃഷ്ണപ്രസാദ് നിർവഹിച്ചു. സാധാരണക്കാർക്ക് മികച്ച നേത്ര ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KN മനോജ്, M സുബിൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി CA രതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം MC നന്ദന എന്നിവർ സംസാരിച്ചു. DFI കൊണ്ടാഴി നോർത്ത് മേഖല കമ്മിറ്റിയും അതോടൊപ്പം ITS ഐ കെയർ മലപ്പുറം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് സംയുക്തമായിട്ടാണ് നമ്മുടെ മായന്നൂർ ഭാഗത്ത് വായനശാല വെച്ച് ഇന്ന് നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നത്. അതിൻ്റെമായി തന്നെ ഹോസ്പിറ്റലിനും നമുക്കും പറ്റാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വരുന്ന രോഗികൾക്ക് മുന്നോട്ടുള്ള ചികിത്സ എങ്ങനെയാണ് വേണ്ട രീതിയിൽ നിർദ്ദേശം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓപ്പറേഷനും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അതിനുള്ള സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാനൂർ ഭാഗത്തെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ കാലങ്ങളിൽ DYFI യുവാക്കൾക്കുള്ള കായിക പരമായ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് DYFI ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും മാനൂർ ഭാഗത്തെ നമ്മുടെ മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഈ മേഖലയ്ക്കകത്ത് കാഴ്ചവെക്കാനാണ് DYFI ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മേഖലാ ട്രഷറർ PR അജിത്, കമ്മിറ്റി അംഗങ്ങളായ നയന, PK രാഹുൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. DYFI കൊണ്ടാഴി നോർത്ത് മേഖല കമ്മിറ്റിയും മലപ്പുറം ITS ഐ കെയർ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തിയ ഒരു നേത്ര ചികിത്സാ പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 2 മണി വരെ നീങ്ങുന്ന ഒരു പരിശോധനയാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ DYFI ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം സുബിൻ, മനോജ് എന്നിവർ ആശംസ അറിയിക്കുകയുണ്ടായി. നാട് സഖാവ് നന്ദന ആശംസ അറിയിക്കുകയുണ്ടായി. നിരവധി പ്രവർത്തനങ്ങളാണ് കൊണ്ടാഴി നോർത്ത് മേഖല കമ്മിറ്റിയുടെ ഭാഗമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാവിധ പ്രവർത്തനങ്ങളും ഭാവി പരിപാടിയായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. CCV ന്യൂസ് കൊണ്ടാഴി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ചേലക്കരയിൽ ലയൺസ് ക്ലബിന്റെയും അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ചേലക്കര ലയൺസ് ക്ലബ്, പാലക്കാട് അഹല്യ ഐ ഹോസ്പിറ്റൽ, ചേലക്കര ബസ് തൊഴിലാളി യൂണിയൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സേവനം ചെയ്യുന്ന ഒരു സംഘടന അതിന്റെ 50,000 ക്ലബ്ബുകളിൽ ഒരു ക്ലബ്ബ് ചേലക്കരയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം അത്രയധികം സേവന പ്രവർത്തനങ്ങളാണ് ചേലക്കര ലയൺസ് ക്ലബ്ബ് നാട്ടുകാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് 9ാമത്തെ വിഷൻ ക്യാമ്പാണ്. അപ്പോൾ ഏകദേശം ഒരു ക്യാമ്പിൽ 20-25 പേരുടെ കണ്ണ് സൗജന്യമായിട്ട് സർജറി ചെയ്തു കൊടുക്കുന്നു. ഏകദേശം 15,000 മുതൽ 1,00,000 രൂപ വരുന്ന സർജറിക്കാണ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇവിടെ BPL കാർഡുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ പ്രധാന വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്ത ലയൺസ് പ്രസ്ഥാനം ആദ്യത്തെ വെല്ലുവിളി ഏറ്റെടുത്തത് കണ്ണിൻ്റെ കാഴ്ച തന്നെയാണ്. അത് ഏകദേശം 100 വർഷത്തിലധികമായിട്ട് നമ്മൾ ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും അന്ധത നീക്കാനുള്ള. ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പത്രമാത്രം ഈ ലയൺസ് സംസ്ഥാനം ലോക ഗ്ലോബൽ കോസിൽ
ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ലയൻസ് പ്രസ്ഥാനത്തിൽപ്പെട്ടവർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ചയും കണ്ണിൻ്റെ ആരോഗ്യവും പരിപാലിക്കുക എന്നത് ലയൻസ് പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് 9ാമത്തെ കണ്ണ് ടെസ്റ്റ് നടത്തുന്ന ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞിരിക്കുന്നില്ല. എന്തായാലും അന്ധകാലത്ത് തുടച്ചു മാറ്റാൻ കാഴ്ച നമ്മുടെ പ്രകൃതിയെ അറിയാൻ, നിറങ്ങളെ അറിയാൻ എല്ലാം കണ്ണിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ലയൺസ് ക്ലബ് സെക്രട്ടറി ശശികുമാർ വി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KU രാജേഷ് പണിക്കർ നന്ദിയും രേഖപ്പെടുത്തി. 9ാമത്തെ ഐ ക്യാമ്പാണ് നമ്മൾ ചേലക്കരയിൽ നടത്തുന്നത്. അതെല്ലാം തന്നെ വളരെയധികം പാവപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ ഒരു ആശ്വാസമായി മാറി എന്നുള്ളതിൽ ചേലക്കര ലയൺസ് ക്ലബിന് വളരെയധികം അഭിമാനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർവീസ് രംഗത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാന്ത്വനപരമായ ചില പരിപാടികൾ ഇവിടെ ഒരു ഓർമ്മയിലേക്ക് കൊടുക്കുകയാണ്. നമ്മുടെ കിടപ്പ് രോഗികൾക്ക് നമ്മൾ നൽകിയിട്ടുള്ള എയർ ബെഡുകൾ, അതുപോലെ തന്നെ വാക്കറുകൾ, അതുപോലെ തന്നെ വീൽ ചെയറുകൾ, അതുപോലെ തന്നെ നമ്മൾ പാലിയേറ്റീവ് കെയറും ബസ് തൊഴിലാളി യൂണിയനൊക്കെയുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന വിവിധ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ വിഷൻ ഡിസ്ട്രിക്ട് സുപ്രീം കോർഡിനേറ്റർ ബിജു പുറത്തൂർ മുഖ്യാതിഥിയായിരുന്നു. ഷാനവാസ് KS, പ്രിൻസ് ജോൺ, ആനി വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അനീഷ് കുമാർ, ജയശ്രീ ശശികുമാർ, സുനിത പ്രഭാകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കിയത്. സമൂഹ നന്മ ലക്ഷ്യമാക്കിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ വിട്ടുപോയോ എന്നൊരു സംശയം. ഭാവിയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അഹല്യ കർണാശുപത്രിയുമായിട്ടും ബസ് തൊഴിലാളി യൂണിയനും ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ചുകൊണ്ട് ഒരു നേത്രദാന ക്യാമ്പ് കൂടി ഞങ്ങളുടെ പരിഗണനയിൽ ഉണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷപൂർവ്വം ഈ സമൂഹത്തിനിടയിൽ പറയുകയാണ്. കൂടാതെ തന്നെ ലയൺസ് ക്ലബ്ബ് നടത്തുന്ന വിവിധ പരിപാടികൾ, വീൽ ചെയർ, അതുപോലെ തന്നെ വാട്ടർ ബെഡ്, തയ്യൽ മെഷീൻ വിതരണങ്ങൾ, അപ്പോൾ ഇത്തരം സമൂഹത്തെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ മുഴുവൻ സഹകരണം ഉണ്ടാവും. CCV ന്യൂസ് ചേലക്കര.